ഹായ് ഹലോ ഡിയേഴ്സ്, സൺഡേ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. കുറച്ച് സമയം കിടന്നതിന് ശേഷം എണീറ്റ് ഉറങ്ങാനൊന്നും പറ്റിയില്ല ഗൈസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു എന്തോ പറയുന്നത് പ്രൊഫഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഉറക്കമൊന്നും ഇപ്പോൾ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി ഈ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇട്ടിരുന്നത്. എന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മക്കളെ വീട്ടിൽ ഏൽപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് പോകാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി ഗൈസ്. വീട്ടിലോട്ട് പോയിട്ട് മക്കളെ ഞങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിനുശേഷം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ അവിടെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തണ്ണീർ പന്തൽ എന്നും പറഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥലമായിരുന്നു. ഒരു പുള്ളിക്കാരൻ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ കോഫിയും ചായയും കടിയും ഒക്കെ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഒരു സംഭവമാണ്. ഞങ്ങളുടെ അവിടെ ഒട്ടുമിക്ക ഇത്തിക്കരാറ്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടുത്തെ ചേറ, അതുപോലെ ഒരു നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആ സ്ഥലവും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ നോക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ അടുത്ത് പറഞ്ഞിക്ക സമയമില്ല, പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ സന്ധ്യയായി. അങ്ങനെ അങ്ങോട്ട് പോയി ഇക്ക പോയിട്ട് കുറച്ച് സാധനങ്ങൾ എന്തോ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ഗൈസ്. അപ്പോൾ ഇക്ക കോഫി എങ്ങാണ്ട് പറഞ്ഞു, എനിക്ക് എല്ലാം കൂടി പറ്റത്തില്ല ഗൈസ്. അങ്ങനെ അവിടെ കയറിയപ്പോൾ ഞാനും കൂടെ ചെന്നു. അപ്പോഴത്തേക്ക് ഇക്ക പെട്ടെന്ന് തന്നെ ബില്ല് സെറ്റാക്കി കൊടുത്തു. നോക്കിയപ്പോഴത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് മേടിച്ചത്. കിവിയും സ്ട്രോബെറി ആയിരുന്നു ഗൈസ്. പിന്നെ ഡേറ്റ്സൊക്കെ ഒരുപാട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ 2 ഐറ്റംസാണ് നമ്മൾ മേടിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ലൊരു വെറൈറ്റി ഫീൽ ചെയ്തു. നമ്മളെല്ലാ ഡേറ്റ്സിനെയും കാട്ടിയിട്ടും വെറൈറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ. പർച്ചേസിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണം, നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണമായിരുന്നു. അങ്ങനെ അവിടെ ഒരു മാമൻ്റെ കടയിൽ നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു ഗൈസ്. അങ്ങനെ പിന്നീട് അതിന് ശേഷം സൂപ്പർ മാർക്കറ്റിൽ കയറി, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ അയത്തിലായിരുന്നു കേട്ടോ, കൊല്ലത്ത്. അങ്ങനെ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഗൈസ്. പർച്ചേസ് ചെയ്ത് അവർക്ക് വേണ്ടുള്ള ഐറ്റംസൊക്കെ നോക്കി. പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എപ്പോഴൊക്കെ വഴക്ക് പറയും, ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ ഞാൻ പോപ്കോണും അതും ഇതുമൊക്കെയാണ് മേടിച്ചത്. പോപ്കോൺ എടുത്തു. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇതിൻ്റെ ഉണ്ടല്ലോ, എന്തോ അതിന് പറയുന്നൊരു പേരുണ്ട്, ആ ഒരു കുപ്പിയിലത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇപ്പം ഞാൻ എടുക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അടച്ചിട്ട് വീണ്ടും നോക്കുകയാണ്. അപ്പോൾ ഇക്ക പറയുന്നത് എടുക്കല്ലേ, തൊണ്ട ഇൻഫെക്ഷൻ ആവുമെന്ന് പറഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർക്കും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. അങ്ങനെ അത് നോക്കുകയാണ് ഗൈസ്. അങ്ങനെ അത് എന്തായാലും സെറ്റാക്കി അത് നമ്മളെടുത്തു. അതിനുശേഷം പിന്നീട് നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ അടുത്താണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഏത് ചോക്ലേറ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഡയറി മിൽക്കിൻ്റെ റോസ്റ്റഡ് ആൽമണ്ടിൻ്റെ ആണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റാണ് ഗൈസ്. അങ്ങനെ അതൊന്നും എടുത്തു. പിന്നെ അതിനുശേഷം നമുക്ക് ചോറ് വയ്ക്കാനുള്ള അരി പറഞ്ഞു. അങ്ങനെ അത് മേടിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഗൈസ്. അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറിയതിന് ശേഷം ഞങ്ങൾ ഡോറൊക്കെ തുറന്നതാ ഗൈസ്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്ക് 2 പേരും ഓടിക്കൊണ്ടുവന്നു. അങ്ങനെ വാപ്പ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഉമ്മ വിളിച്ചപ്പോൾ അവൻ ചെല്ലുന്നില്ല, ഒരു തരത്തിലും അവൻ ചെല്ലുന്നില്ല ഗൈസ്. അങ്ങനെ ഉമ്മ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു പോയി. ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.